ഗായ്സ് ഇന്നൊരു ബിരിയാണി കഥ കേട്ടാലോ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ബിരിയാണി ലവറായി എന്നോട് പറയാം. അപ്പം തന്നെ ഞാൻ കടയിൽ പോയി ചിക്കൻ മേടിച്ചു വന്നു. ചിക്കൻ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ മാഗ്നറ്റൈറ്റ് ചെയ്ത് നമ്മുടെ എല്ലാവിധ മസാലാസും ചേർത്ത് അതിനുശേഷം കുറച്ച് കായവും കോൺഫ്ലോറും ഞാൻ എന്ത് ചെയ്തു അഡീഷണലായിട്ട് എൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ചേർത്തു. അതിനുശേഷം കൊണ്ട് പെരട്ടി വെച്ചു. എന്താ മണം ആക്ച്വലി ഇത് ഞാൻ അങ്ങോട്ട് തോന്നി. പിന്നെ എൻ്റെ അനിയത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തു, അന്നമ്മേനെ കൊണ്ട് കുറച്ച് സവോളയും ഇതൊക്കെ അരിച്ചു. ബാക്കിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ ഞാനിങ്ങനെ വെറുതെ സൈഡായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് ചിക്കൻ അങ്ങ് മൂപ്പിച്ചെടുത്തു. മണൻ്റെ മൂക്കി കയറിയിട്ട് മോനെ ഒരു രക്ഷയില്ല. ആക്ച്വലി ഞാൻ ഒന്നും കഴിക്കില്ലെങ്കിലും പക്ഷേ ബിരിയാണി എത്ര വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ മസാലാസില്ലേ, മസാലാസ് അതങ്ങോട്ട് അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ആക്ച്വലി ഞാൻ തൈര് കുഴിച്ചിട്ടുണ്ടാക്കി വിനാഗിരിയൊക്കെ വെച്ചിട്ട് നല്ല അത് വേറൊരു ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ചിക്കൻ റെഡിയായി കൊണ്ടിരിക്കുന്നു. പിന്നെ മസാല ഉണ്ടാക്കുന്നത് മല്ലിച്ചപ്പ് നല്ല മസ്റ്റാട്ടോ. നിങ്ങൾ പറക്കരുത്. എൻ്റെ അടുത്ത് വാസന വന്നു, ടേസ്റ്റ് നോക്കുന്നു, വാസന ഒരു രക്ഷയില്ല. എനിക്ക് കുറച്ച് അമ്മേൻ്റെ സഹായം വിളിച്ചു. ഇളക്കാൻ മാത്രമേ വിളിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ദമ്മിടുന്ന പരിപാടിയാണ്. നമ്മളൊരാളിങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കണ്ടേ, വേണം, മസ്റ്റാണ്. ബിരിയാണിയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണ്ടേ, നമുക്ക് ചെയ്യാതിരിക്കാൻ വരികയല്ലോ. അതങ്ങോട്ട് സ്മെല്ല് വിട്ട് ദമ്മിട്ട് മോനെ ഇളക്കി 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 പ്ലേറ്റിലിട്ട് വായിൽ വെക്കുന്നൊരവസ്ഥയുണ്ട്. ഒരു രക്ഷയില്ല. ആ വീട് മൊത്തം ഞാനായിരുന്നു. പിന്നെ അങ്ങോട്ട് തിന്നുന്നതിൻ്റെ ഇരിക്കുന്നതിൻ്റെ ഒക്കെ വീട്. അപ്പോൾ